ഹലോ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പണ്ടത്തെ നമ്മളെ കാരണന്മാർ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. ചിലപ്പോൾ തൊട്ടടുത്ത് പല കാര്യങ്ങളുണ്ടായാൽ നമ്മൾ കാണാണ്ട് പോകും, അതിൻ്റെ ഗുണങ്ങൾ അറിയാതും. പലരും പറഞ്ഞും മറിഞ്ഞൊക്കെ വേണം നമ്മളൊക്കെ അറിയാം. പക്ഷേ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് നല്ല മണവും നല്ല സ്വാദും ഉണ്ട് കേട്ടോ. ദേ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു തട്ടുകടയിലെ വിശേഷങ്ങളും പറയാനാട്ടോ ഞങ്ങൾ വന്നത്. അത് ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ, അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. ഇതൊക്കെ വീട്ടിൽ നിന്ന് മസാല പരത്തി കൊണ്ടുവരാ കാക്ക പറഞ്ഞ കേട്ടല്ലോ, പൊരിച്ചതിന് ശേഷമാണ് അത്ര ഇത് മസാല പുരട്ടിയിട്ട് വെക്കുന്നത്. അതായത് ഇവർ കടലിലൊക്കെ മീൻ പിടിക്കാൻ പോകുമ്പോൾ, കാക്ക ആദ്യം മീൻ പിടിക്കാൻ പോയിരുന്ന ആളാണ്, അങ്ങനെ ഉണ്ടാക്കിയ ഒരു മസാലയാണെന്നാ പറഞ്ഞത്. എന്തായാലും സംഭവം വെറൈറ്റിയാണ് കേട്ടോ. കടലിൽ പോകുമ്പോൾ ഉണ്ടാക്കുന്നൊരു മസാല, നമുക്ക് കറിക്കുണ്ടാക്കപ്പോ ഉണ്ടാക്കിയെടുത്തൊരു മസാലയാണ് കടലിനല്ലേ. അതിപ്പോ പോയിട്ട് കുടുംബം പോയിട്ടുണ്ട്. അതുകൊണ്ട് അതെ, ഇവിടെ നല്ല തിരക്കായിട്ടുണ്ടാവില്ല. ഇന്നിപ്പത്തെ നോക്കണ്ട, ഞങ്ങളോട് ഇവര് പറഞ്ഞാണ് കുറച്ച് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്ക്. ഞങ്ങൾ മലപ്പുറത്തുകാരെ പറ്റി പൊക്കി പറയല കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. കണ്ടോ കാക്കൻ്റെയൊക്കെ സ്നേഹം എന്താ, കാക്കയും മക്കളും കൂടി ആയി തട്ടുകട നടത്തുന്നത്. നല്ല സ്നേഹം കേട്ടോ. അവരാ സ്നേഹവും തന്നെയാണ് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അത് വേറൊരു സന്തോഷം. പിന്നെ വർത്താനം പറഞ്ഞ് ഞാൻ ഈ സ്ഥലം എവിടെയാണെന്ന് പറയാൻ മറന്നു കേട്ടോ. പരപ്പനങ്ങാടി പുത്തൻപീടിക എന്ന് പറയും. അതായത് പരപ്പനങ്ങാടിയിൽ നിന്ന് താനൂർ റൂട്ടിലേക്ക് പോകില്ലേ, ആ വഴി തന്നെയാണ് കേട്ടോ. അപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഏകദേശം പുത്തൻപീടിക കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് റെയിൽവേൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട്. പിന്നെ ഈ തട്ടുകട പുലർച്ചെ 2 മണി വരെ ഉണ്ട് കേട്ടോ. ഈ ഉപ്പയും മക്കളും കൂടിയാണ് ഈ തട്ടുകട നടത്തുക. കറിയൊക്കെ വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പിന്നെ വിലയൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഞങ്ങൾ നോലുമ്പൊക്കെ തുടങ്ങാനായിരുന്നു, അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഇവിടുന്ന് കഴിക്കണമെന്ന് കരുതി വന്നാട്ടോ. എന്നാലും ഞാൻ കഴിക്കട്ടെ. കുഞ്ഞാപ്പി എങ്ങനെയുണ്ട്, ഹാപ്പി ആയില്ലേ? അവൻ്റെ വലിയ ആഗ്രഹം ഇങ്ങോട്ട് വരണമെന്ന്. ഞങ്ങളിങ്ങനെ ഓംലേറ്റും അതും ഇതൊക്കെ കഴിച്ച് പോകാറാണ്. അപ്പോൾ ഇനി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അതെ, ഇതിൽ ഞാൻ പറയുന്നുണ്ടല്ലോ, നോലുമ്പ് തുടങ്ങുന്നതിന് മുന്നെയാണ് എന്നൊക്കെ. അതായത് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മളെ മണ്ണലക്കാല സമയത്ത് നോലുമ്പ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് 2-3 മാസം മുന്നേ എടുത്താണ്. ഇപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നൊക്കെ. ചൂടൊന്നുമില്ല, ഞാൻ നല്ല മസാല ചൂണ ഫിഷാണ്. മക്കളെ സ്നേഹമൊക്കെ ഭയങ്കര ഇഷ്ടം, നല്ല മസാല. എന്താ പറയുക, അഭിപ്രായം കേട്ടോ. ചെറിയ കുട്ടി ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എത്ര ടേസ്റ്റ് ആവണം എന്ന് ഉദ്ദേശിച്ച് നോക്കി. എന്നാൽ അത്യാവശ്യം ഫുഡൊക്കെ നന്നായിട്ട് കമൻറ്റ് പറയുന്ന ആളാണ് വീട്ടിലായാലൊക്കെ. അപ്പോൾ രുചി എല്ലാം പറഞ്ഞാൽ കറക്റ്റ് ആട്ടോ, അപ്പോഴും നിങ്ങൾക്ക് വിശ്വസിക്കാം. അടിപൊളിയാണ്, എല്ലാവരും വരണം. നല്ല വൃത്തിയാണ് കേട്ടോ അവര്. അതിനാണിത് ലാസ്റ്റ് ട്രീറ്റ്. ഒരു പ്രത്യേകതരം മസാല കൂട്ടാണ് കേട്ടത്. സാധാ നമ്മുടെ അതിൽ എരിവുണ്ടോ വെച്ചിട്ടുണ്ട്. ഇന്നെന്താ ചെറിയുള്ളി ടൊമാറ്റോ അങ്ങനെയൊക്കെ ഉള്ളൊരു മിക്സ് ചെയ്തൊരു മസാല. എന്താണ് അടിപൊളി സംഭവം. അടിപൊളി അറിയടാ, സൂപ്പർ. ഓക്കെ ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയി വരാം. ഇനിവേ നല്ലൊരു ഫുഡ് തന്നതിന് താങ്ക് യു. മനസ്സും വയറും നിറഞ്ഞു കേട്ടോ. ഓക്കെ,